to be at the big propaganda in ancient time that is collecting in between of the strengths and the intelligence. The dimension of the statues is 52 meters length and 25 meters height. They carved all of the statue of the one solid rock of the limestone that was painted before. So, about the name Sphinx, it's a Greek name. The English name it's Sphinx. Shesep Anach, it was the ancient Greek name. And about the pharaonic name, it was called the Holon. Holon is meaning the patron. So when you reach there, you are going to see that the nose it's completely destroyed. That it was said many legends about the destroyed nose. It was said that one of the fanatic soldiers of Napoleon, he put it as the target for his cannon to collapse it. And it was said that one of the Muslims people, his name is Sa'im al-Bahr, he collapsed it because he was afraid for the Muslims to worship this statue. But all of this speech is wrong because all of the statue was completely covered by sand. By touching it over the thousands of years by the common people, they collapsed it. പിരമിഡ് ആദ്യകാലത്തുണ്ടായിരുന്നത് ഈ മുകളിൽ കാണുന്ന പോലെ പിന്നെ കുറെ നശിച്ചു പോയിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്ഫിങ്സിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരല്പം നേരം കാക്കുമ്പോൾ സ്ഫിങ്സ് കാണാം. In between of the two poles, and he dreamed of the god Sphinx. The god Sphinx, he told him in his dream, if you had removed the sands of my body, I'm going to make you the king of Upper and Lower Egypt. Wow! Really, after waking up, he ordered all of the soldiers to remove all of the sands from the body, and he became the king of Upper and the Lower Egypt actually, and he recorded all of these events and the dream on the granite block to call it dream stela. Okay? ചെറിയ ചെറിയ പിരമിഡുകളാണ്. 22 മീറ്റർ നീളം 25 മീറ്റർ ഉയരമുള്ള ഒറ്റ പ്രതിമയാണ് ഈ പറഞ്ഞ സ്ഫിങ്സ് എന്നത്. അത് 1857 വരെ മണലിൽ മൂടിക്കിടക്കായിരുന്നു. ഒരു സ്വപ്നത്തിലൂടെ അത് പുറത്ത് കാണിക്കാൻ സ്വപ്നം കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും പിന്നീട് അത് പുറത്ത് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇവിടെ നാം നോക്കിയാൽ ഇടത് ഭാഗത്ത് പിന്നീട് സ്ഫിങ്സിന്റെ അടുത്തേക്ക് എത്തിയാണ് നമ്മള്. ഇത് ഒരു അറബിക്കിൽ പറഞ്ഞ ആബിൽ ഹാവിൽ എന്നാണ് പറയാം. മുന്നേ കാണുന്നതാണ് സ്ഫിങ്സ്. കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 25 meters height. 25 meters height and 25 മീറ്റർ ഉയരം 52 മീറ്റർ നീളം. അവിടേക്ക് എത്തുന്നത് തൊട്ടടുത്ത് 52 മീറ്റർ നീളം 25 മീറ്റർ ഉയരം പച്ചക്കല്ലി കൊത്തിയപ്പെട്ട പ്രതിമ. വലത്തോട്ട് നോക്കൂ. വലത് ആ കാണുന്ന തലയാണ്. അതിന്റെ മൂക്ക് പൊട്ടിച്ചത് നെപ്പോളിയൻ ആണ്. രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, നെപ്പോളിയൻ ഈജിപ്ത് ഭരിച്ചത് കാലത്താണ് അതിന്റെ മൂക്ക് പൊട്ടിച്ചതെന്ന്. വേറൊന്നൊരു മുസ്ലിം പ്രമുഖൻ അത് ജനങ്ങൾ ഇതിനെ ആരാധിക്കുമെന്ന് പേടിച്ചിട്ട് അതിനെ വികൃതമാക്കി പൊട്ടിച്ചതാണ് എന്ന അഭിപ്രായമുണ്ട്. ഇതാണ് ഈ വലത്ത് കാണുന്നത്. തല മനുഷ്യന്റേതും ശരീരം സിംഹത്തിന്റേതും. മുന്നിൽ കൈ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഫോട്ടോ എടുക്കേണ്ടി. രണ്ടാമത്തെ രാജാവായ കഫ്രീൻ, രണ്ടാമത്തെ പിരമിഡ് ഉണ്ടാക്കി കഫ്രീൻ രാജാവ് ഉണ്ടാക്കിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശം നന്നായിട്ട് മണൽ മൂടിക്കിടക്കുകയായിരുന്നു ഒരുപാട് നേരം. അതിന്റെ അറ്റം വരെ മൂടണമെങ്കിൽ എത്ര ഉയരത്തിൽ മണൽ വേണം? പിന്നെ മാറ്റിയെടുത്താണ് 1857. اوكي ماشي. اتفضل يا كبير. من الواجهه برضه ياخد صورتين كده من الواجهه من قدام. മുന്നിൽ വലത്ത് മുന്നിലേക്ക് നോക്കുക. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഡൽഹിയിലെ ചെങ്കോട്ടക്കകത്തുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാം പോലെ ഇവിടെയും ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാം ഉണ്ട്. ശബ്ദവും വെളിച്ചവും മാത്രം ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ ആളെ കാണൂല. കുതിര യുദ്ധവും കുതിരസവാരി എല്ലാം കാണിച്ചുകൊണ്ടുള്ള
പ്രോഗ്രാമാണ്. അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ്. രാത്രിയാണ് ഉണ്ടാവുക. 25 മീറ്റർ ഉയരം, 52 മീറ്റർ വീതി നീളവും. സ്ഫിങ്സ് ആണ്. I or Y? SPH. SPHINX. SPHINX ആണ്. ഈജിപ്തിന്റെ ടൂറിസത്തിന് ഏറ്റവും from the space to take part and to come back again. It was said that the people of Ad, the strong people that they built these pyramids too. It was said that the Jewish people that they built these pyramids, and finally it was said that the pyramids was built by slavery. But all of this is speech, it's wrong, because by the excavations we excavated in your right hand side here, all of these shrines here for the workers, to be 100,000 workers, to divide these workers into teams, and every team it's supposed to got a name. They were working only 3 months in every year, in the months of the inundations or the flooding months. Okay, that's why they got 20 years to build these pyramids too, without any technology at all. Could you ask yourself how they had built to transport all of these huge blocks of the stones? The one blocks of the stones, it's from measuring from 1.5 till 15 tons. It's so heavy. Really, it's incredible to carry all of that without any huge machines. The river Nile, it was extended to the entrance of the pyramids. After cutting from the quarry of the Muqattam hills, that it's close to the Saladin citadel, I'm going to show it to you. They had to transport it over the river Nile by the big boats. After that, they had to put the blocks of the stones upon the wooden sledges, and to move the wooden sledges like that, and to put the first level, the second level, the third level, the fourth level. Oh my gosh, it's became high, and we haven't any huge machines to carry it up. Now they are 46 meters high, but now it's became only 138.5 meters high and 230 meters square of the base itself, to about 2 million block of the limestone. But can you imagine that all of this pyramid, it was completely covered by the smooth polished layer of the limestone, but it was removed over the thousands of years by the weathers and the wind, except the top of the second. The pyramid is still survived over there. And as you see here, the 2 entrances for the design of the pyramids here, the 2 entrances, one is higher than another one. The higher entrance, it's closed, it's a vague one. The ancient Egyptians people, they were preoccupied their mind of the afterlife or the second life and the resurrections, and to put some jewelry, some jars for using it in the second life. To keep it more safety, they had to carve this fake door or the false door on the upper part. The real one in the bottom, where the people standing over there, you had to get it from inside the small passage. To get down, you had to reach to the queen chamber or the wife of the king himself. But to reach to the main burial chamber of the king himself, by the main axe of the pyramids from inside by the grand gallery, you had to go up in about 100 meters up from inside. But all of this building, it's completely solid. It's a solid building, it's not empty, except the place of the axe or the corridor, okay, or the gallery to reach to the king chamber. Inside the king chamber, it's nothing. Just we found the sarcophagus of granite that it was brought from Aswan in about 1,000 kilometers from here. But could you ask yourself, why they choose this pyramidian shape? They didn't make the tomb of the mummy of the king for any other shape. Why they choose this pyramidian shape? Exactly, I told you that the ancient Egyptian people, they were worshipping the god of the sun, to call him the god Ra. And they thought this pyramidian shape, when the sun falls over the top like that, by the rays, it's supposed to do the 4 directions for north, south, east, west, to be the religions for all. That's why they choose this pyramidian shape in front of us like that. And some ideas in the boxes, they are telling us about the pyramids, that it was built on the center of the earth.
but I don't think so because it's Kaaba, inshallah, that it was built in the center of the earth. Yeah, please. ഇത് പിരമിഡുകളെ ഉണ്ടാക്കിയത് പല ജിന്നുകളാണ് അല്ലെങ്കിൽ ആകാശത്തു നിന്ന് വന്ന ജീവികളാണ് എന്നൊക്കെ പറഞ്ഞ പ്രചരണമുണ്ട്. അതൊക്കെ തെറ്റാണ്. മനുഷ്യനുണ്ടാക്കിയത് തന്നെയാണെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. 1,00,000 തൊഴിലാളികൾ 20 കൊല്ലം മെനക്കെട്ടിട്ടാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയത്. ആ തൊഴിലാളികൾക്ക് താമസിക്കാനുണ്ടാക്കിയ ഭവനങ്ങളായിരുന്നത്. 3 മാസം തുടർച്ചയായിട്ട് അവർ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്രമം കൊടുക്കും. പിന്നെ 3 മാസം ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ വേറെ ബാച്ച് തൊഴിലാളികൾ വരും. അങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടാക്കിയത് ഇത് കുഫു എന്ന രാജാവ് ഉണ്ടാക്കിയ പിരമിഡാണ്. 4000 ചിയോപ്സ് എന്ന ഇംഗ്ലീഷിൽ. ആ 4600 കൊല്ലം മുമ്പ്, ഇബ്രാഹിം നബി 4000 കൊല്ലം, അതിൻ്റെ 600 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പിരമിഡാണ്. അതിൽ മുക്കത്തം എന്നൊരു പർവ്വതമുണ്ട് കൈറോയിൽ തന്നെ, നമ്മൾ കാണും, ഇവിടുന്ന് 25 കിലോമീറ്റർ ദൂരെ. ആ പർവ്വതത്തിൽ നിന്ന് കല്ല് വെട്ടിയെടുത്തിട്ട് ഒരു വഞ്ചിയിൽ ഒരു കല്ല് കൊള്ളുള്ളൂ. അങ്ങനെ നൈൽ നദി അസ്വാൻ അണക്കെട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നൈൽ നദി ഇതുവരെ ഉണ്ടായിരുന്നു. അത്രയും പരന്ന് കിടക്കായിരുന്നു വെള്ളപ്പൊക്കമുള്ള കാലത്ത്. ആ പ്രളയത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കും. അങ്ങനെ 23 ലക്ഷം കല്ലുകൾ ഇവിടെ ഇറക്കിയിട്ട് ആണ്. അത് കുറച്ചെണ്ണം അസ്വാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യം അങ്ങനെ എടുത്തിട്ട് മണൽ തിട്ടുണ്ടാക്കിയിട്ട് അതുമേൽ വെച്ചിട്ട് ഉന്തി കയറ്റാണ്. അങ്ങനെ കയറ്റിയിട്ടാണ് 146 മീറ്റർ ഉയരമാണ് അതിന്റെ ടോപ്പിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പിന്നെ പല കാരണത്താലും കുറഞ്ഞിട്ട് ഇപ്പൊ 138 മീറ്റർ ഉയരം ഇപ്പോഴും അതിന്റെ മുകളിലേക്ക് ഉണ്ട്. 4 ഭാഗമാണ്. ഓരോ ഭാഗവും 230 മീറ്റർ വീതമാണ്. അങ്ങനെ ഇതാണ് പിരമിഡിന്റെ ഷേപ്പ്. പിന്നെ ഈ പിരമിഡ് ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ പരലോകത്ത് ശരീരം വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. രണ്ടാമത് ശരീരം പുനർജീവിപ്പിക്കപ്പെടണമെങ്കിൽ ആ ശരീരത്തിന്റെ ശരിയായ ഫേസ് കട്ട് കാണണം. ആത്മാവ് വരുമ്പോൾ ഫേസ് കട്ടുള്ള ആ ശരീരത്തെ കണ്ടില്ലെങ്കിൽ ആത്മാവ് കൺഫ്യൂഷനായിട്ട് തിരിച്ചു പോകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അവിടുന്ന് വരുമ്പോൾ ശരിയായ ശരീരം സൂക്ഷിക്കാനാണ് മമ്മിഫിക്കേഷൻ എന്ന പേരുണ്ടായി. 40 ദിവസം ശരീരം കേടുകൂടാതെ പ്രത്യേകം മരുന്ന് വരട്ടി പ്രത്യേകം ഇതാക്കിയിട്ടൊക്കെയാണ് സൂക്ഷിക്കുന്നതാണ്. അത് മമ്മിയാക്കുക എന്നാണ്. അങ്ങനെ മമ്മിയാക്കിയിട്ട് പെട്ടിക്കുള്ളിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ചിടാൻ കുഫു രാജാവ് തൻ്റെ ജീവിതകാലത്ത് തന്നെ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ വീട് വേറെ ഉണ്ടാക്കിത്തരാം, നിങ്ങളിത് എനിക്ക് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിച്ചതാണ് ഈ പിരമിഡുകൾ. ഇതിനു വേണ്ടി അതിന്റെ മുകളിൽ കൂടെ കവറിങ് ഉണ്ടായിരുന്നു. ആ പിരമിഡ് അതിന് മുകളിലുള്ള കവറിങ് ഉണ്ടല്ലോ, അത് ഫുൾ ഉണ്ടായിരുന്നു. അതേപോലെ ഉള്ള ലൈം സ്റ്റോണിന്റെ കവറിങ് ഇതിനും ഉണ്ടായിരുന്നു. പിൽക്കാലത്തൊക്കെ നശിച്ചു പോയതാണ്. അത് കൊല്ലങ്ങൾ എത്ര 4600 വർഷമായില്ലേ. അപ്പൊ അതിന്റെ പല രാജാക്കന്മാര് ശ്രദ്ധയുള്ളവരും ഇല്ലാത്തവരൊക്കെ കഴിഞ്ഞു പോയില്ല ഇവിടെ. ഇപ്പൊ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. അത് ഫേക്കാണ്. മുകളിലുള്ളത് യാഥാർത്ഥ്യത്തിലുള്ള അല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ. അതിന് താഴെ വാതില് ആണ് ശരിക്കുള്ളത്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ പക്ഷെ ഇതാണ് ശരിക്കുള്ള വാതിൽ. ഇപ്പൊ നമുക്ക് കേരളന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് ഈ താഴെ വാതിലിന്റെ വരെ പോയിട്ട് അത് ഫോട്ടോ ഒക്കെ എടുക്കുക വെച്ചാൽ അതിന് പ്രശ്നമില്ല. ആ പോലീസുകാരൻ യൂണിഫോം ഇട്ട പോലീസുകാരൻ നിൽക്കുന്നവരെ അതിന്റെ ഉള്ളിൽ Macarena, Macarena, Macarena. Oh, Macarena. Oh, his name is Mykarinos. Remind yourself about his music. His name is the King Mykarinos, the founder of the pyramids too. It's 66 meters high. Until the king honors this pyramid, it wasn't completed. But after his death, his son Shipskef decided to continue the building. And he decided to cover all of it by granites. But the Egyptian finance in this time, it was very, very weak. That's why he covered only the base by granite. ഒന്നാമത്തെ കുഫു, രണ്ടാമത്തെ കഫ്രീൻ, മൂന്നാമത്തെ മൈക്കറിനസ്. മുന്നിൽ അതാ കാണുന്നത് 66 മീറ്റർ വരെയുള്ള മൂന്നാമത്തെ പിരമിഡാണ് മൈക്കറിനസ്. ഒന്നാമത്തെ ആളുടെ മകനാണ് രണ്ടാമത്തെ, അയാളുടെ മോനാണ് മൂന്നാമത്തെ. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വലിയ മോന് ഇനി പേരക്കുട്ടി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിയതാണിത്. ഓരോരുത്തർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടി. അതിന്റെ അപ്പുറത്ത് കാണുന്ന ചെറുത് അതൊക്കെ രാജ്ഞിമാരുടെ, ഇവരുടെ ഭാര്യമാരുടേതാണ്. രാജ്ഞിമാർക്ക് അത്ര മതി എന്ന് വിചാരിച്ചിട്ട് ചെറുതാക്കി. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഈ രണ്ടാമത്തെ പിരമിഡിന്റെ കഫ്രീൻ പിരമിഡിന്റെ അയാളുണ്ടാക്കിയ, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രതിമ ഉണ്ട്. അതാണ് സ്ഫിങ്സ്. അങ്ങോട്ടാ പോകുന്നത്. ഇടത് ഭാഗത്തേക്ക് നോക്കും. സഹാറ മരുഭൂമിയിൽ ഒട്ടകങ്ങൾ മേയുന്നതിന്റെ ശരിയായ കാഴ്ച. ഇത് ടൂറിസ്റ്റുകളാണ്, പക്ഷെ ശരിക്കും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ല ഇതൊക്കെ സഹാറയാണ്. അത്ര ഉയരത്തിലും 2 കൈകൾ സൈഡിലേക്ക് നീട്ടിയാൽ അത്ര വീതിയിലുമുള്ള ഓരോ കല്ലുകൾ. അങ്ങനത്തെ 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയത്. 3 പിരമിഡുകളാണ് ഇത് കുഫു രാജാവ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടാമത്തെ ആ പിരമിഡ് ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് കഫ്രീൻ എന്ന്.
യാക്കുഫുവിന്റെ മകനാണ്. അതിന്റെ അപ്പുറത്ത് വേറെ പിരമിഡ് ഉണ്ട്, അതാണ് മൈക്കേറിനസ്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറുത് അത്, അതിനേക്കാളും ചെറുത് മറ്റത്. അങ്ങനെ 3 മെയിൻ പിരമിഡുകളാണ് ഈ ഗീസയിലുള്ളത്. അതിൽ ഇതാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നുള്ളത്, ഇതാണ്. പിന്നീട് അതിന്റെ അപ്പുറത്ത് ഭാര്യമാരുടെ ചെറിയ പിരമിഡുകളുണ്ട്. ഈജിപ്തിൽ ഒട്ടാകെ 167 പിരമിഡുകൾ ഉണ്ടായിരുന്നു, കുറെ എണ്ണം തകർന്നു പോയി. ഇനി സക്കാറോ എന്ന സ്ഥലത്ത് വേറെ പിരമിഡ് ഉണ്ട്, അതിങ്ങനെ സ്റ്റെപ്പ് പിരമിഡായിട്ട്. പക്ഷെ അതൊന്നല്ല, ലോകാത്ഭുതങ്ങളിലുള്ള സക്കാറയിലത്തും അല്ല, മറ്റൊന്നുമല്ല, ഇത് മാത്രമാണ്. ഒരു പിരമിഡിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടാവുള്ളൂ. ഒരു പിരമിഡിനുള്ളിൽ ഒരു ഡെഡ് ബോഡി. പിന്നെ അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അയാൾക്ക് സേവനം ചെയ്യാൻ 360ഓളം പ്രതിമകളെ ഒരു ദിവസം ഒരു പ്രതിമ എന്ന സെർവന്റുകളുടെ പ്രതീകമായിട്ട് 360 പ്രതിമകളും അതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരുന്നു. മാത്രമല്ല രാജാവിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ മൃഗങ്ങളും വളർത്തുമൃഗങ്ങളൊക്കെ ഇതിനകത്ത് ഒക്കെ ഇത് മമ്മിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ. ആ കല്ലുണ്ടല്ലോ, ആ മെയിൻ ഡോർ, അത് കല്ല് മുകളിലത്തെ ഡോറ്, ആ ഡോറിന്റെ ഈ കല്ല് ഇങ്ങനെ വെച്ച ആ കല്ല് ഓരോന്നും 10,000 കിലോ വീതമാണ്. മണൽത്തിട്ട് ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉന്തി ആ മണൽത്തിട്ടിന്റെ മുകളിൽ കൂടെ കയറ്റിട്ട് സ്ഥാനത്ത് വെക്കുക, പിന്നെ മണൽത്തിട്ട് ഉയർത്തുക, അതിന്റെ മുകളിൽ പിന്നെ ഉന്തി കയറ്റുക. അങ്ങനെ മണൽത്തിട്ടയിലൂടെ ഉന്തി കയറ്റിയിട്ടാണ് മുകളിലേക്ക് എത്തിക്കുന്നത്. കയറേണ്ടവർക്കുള്ള സ്റ്റെപ്പ് അവിടെ ഉണ്ട്. ഇതുവരെ ആൾക്കാർ കയറുന്നുണ്ട്. ഇതാണ് ഒരു പിരമിഡിന്റെ അടുത്ത് നിന്നുള്ള വ്യൂ. ഇത്രയും സൈസ് ഉണ്ടാവും. ഒരു കല്ലിന്റെ ഹൈറ്റ് എത്രയെന്ന് കിട്ടണമെങ്കിൽ അതിന്റെ അടുത്തൊന്ന് പോയാൽ അറിയാൻ പറ്റും. ഒരു പിരമിഡിന്റെ ഒരു കല്ലിന്റെ ഹൈറ്റ് എത്രയാന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതിന്റെ ഫസ്റ്റ് ലെയറാണ്. ഒന്നാമത്തെ കല്ല് ഈ ഹൈറ്റ് ഉണ്ട് എൻ്റെ. ഇത്രയും ഓരോന്നുണ്ട്. ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത്ര പേരുണ്ട്. ഇങ്ങനെ മോള് വരെ ഉണ്ടാവും ഒരു കല്ല്. ഇത് കല്ല് 2, കല്ല് 3. മേലെ കയറാം, ഇതിൽ കയറാം. ഇതിന്റെ ഒരു സ്റ്റെപ്പ് കയറുന്ന കലാപരിപാടിയാണ്. മൂന്നാമത്തെ കല്ലിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. 3 ലെയർ കയറി. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1, 2, 3, 4, 5ാമത്തെ ലെയറിലെത്തിയിട്ടുള്ളൂ. 5ാമത്തെ ലെയറാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഹൈറ്റ് വരും. 5ാമത്തെ ലെയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണൊരു എൻട്രൻസ്. പിരമിഡിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഞാൻ മുമ്പ് പോയിരുന്നു. അതിൻ്റെ ഉള്ളിൽ താഴേക്ക് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും.
ആ സ്റ്റെപ്പ് താഴേക്ക് കുറേ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം നടന്ന് പിന്നെ കുറച്ച് മുകളിലേക്ക് പോയാൽ അവിടെ ഒരു റൂമുണ്ട്. ഒരു റൂമുണ്ടാവുക. അവിടെയാണ് ഈ മമ്മിയെ വെക്കുക. അവിടെ ഒരു ഹാള്, അത്യാവശ്യം നമ്മളെ വീട്ടിലുള്ളൊരു ബെഡ്റൂം പോലുള്ളൊരു സ്ഥലത്ത് ഉണ്ടാവുന്നത്രയുള്ളൊരു ഹാളാണ് അവിടെ ഉണ്ടാവുക. ഇതാണ് സാധാരണ പിരമിഡിൻ്റെ ഉള്ളിൽ. നിലവിലിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഹോളല്ലാതെ വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ അവൈലബിൾ സാധനങ്ങളും നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിരമിഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ കിട്ടിയ സാധനങ്ങളൊക്കെ ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിലും മറ്റും ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം.